നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കി. സിന്ദൂർ യുദ്ധത്തേക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യമെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ ഒരുക്കിയിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേള വേറിട്ട അനുഭവമാകുന്നു. ആലപ്പുഴ ബീച്ചും പരിസരവും ഉത്സവച്ചായി മെയ് 12-ന് സമാപിക്കും. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ നടന്ന കുഞ്ചൻ ദിനാഘോഷത്തിന് സമാപന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ എടത്വ സെൻറ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗിവർഗീസ് സഹതയുടെ തിരുനാളാഘോഷം ഭക്തിസാന്ദ്രം. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 14-ന് 8ാം ഇടം. ലോകപ്രശസ്ത ഫാഷൻ ഇവൻ്റായ ന്യൂയോർക്കിലെ മെറ്റ് ഗാലയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാനോടൊപ്പം തിളങ്ങിയത് ചേർത്തലയുടെ നീല പരവതാനി. ചേർത്തല എക്സ്ട്രാ വീവ് കമ്പനിയുടെ സ്റ്റൈലൻ നീല പരവതാനി ചടങ്ങിലെ മറ്റൊരു താരമായി നാടിന് അഭിമാനവും. വാർത്തകൾ വിശദമായി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം സുരക്ഷ ശക്തിപ്പെടുത്തി. കൊച്ചിയുടെ കടലിലും കായലിലും ആകാശത്തും കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തി. ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്തുടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങൾ, കര, നാവിക, വ്യോമസേന താവളങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തിപ്പെടുത്തി. ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും. സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിലില്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. സംഘർഷവേളയിൽ സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത്. കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനം ഉൾപ്പെടെ 15-ലേറെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളാണ് കൊച്ചിയിലും പരിസരത്തും ഉള്ളത്. ഇവയ്ക്കെല്ലാം ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തി. കൊച്ചി നാവികത്താവളം, INS ദ്രോണാചാര്യ, INS ഗരുഡ, നാവിക വിമാനത്താവളം, INHS സഞ്ജീവനി എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാ സേനയെ വിന്യസിച്ചു. കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. തുറമുഖത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നാവികസേനയുടെ ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ യാനങ്ങളെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. വ്യോമമേഖല മുഴുവൻ 24 മണിക്കൂറും അത്യാധുനിക റഡാറുകളുടെ നിരീക്ഷണത്തിലുമാണ്. സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം, തുറമുഖം, എണ്ണ ശുദ്ധീകരണശാല, NNG ടെർമിനൽ, ഷിപ്പ്യാർഡ്, കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. സിന്ദൂർ യുദ്ധത്തേക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചാടിക്കടക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കടക്കുന്ന കുഞ്ഞിരാമന്മാരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചേർത്തല കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഈ സിന്ദൂർ യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധമാണ് സുധാകർ. എന്താണ് നടത്താത്തത്? ഇവരെല്ലാം അടി കൂടെ എന്തെല്ലാം പണിയണമെന്ന് നമുക്കെല്ലാം അറിയാമോ? മോളിൽ കൂടെ കാണുന്നതും വായുവിൽ കൂടി പറയുന്നതല്ലേ നമുക്ക് അറിയാനൊക്കെയുള്ളു. അടിയിൽ കൂടെ ആർക്കിട്ടല്ല എന്തെല്ലാം ഇവർ പണിയുന്നുണ്ടെന്ന്. ഇതുപോലെ പണിയുന്ന ആളുകൾ കോൺഗ്രസിലെല്ലാം വേറെ എവിടെയുണ്ടോ? എത്ര ഗ്രൂപ്പുണ്ടെന്ന് അറിയാൻ പാടില്ല. ആർക്കെല്ലാം എന്തെല്ലാം ആകണമെന്ന്. ചിലർക്ക് അടൂർ പ്രകാശനാക്കണം, ചിലർക്ക് ബെന്നി ബെഹ്റാനെ ആക്കണം. ഇങ്ങനെ ഓരോരുത്തരും വേണ്ടി ഓരോരുത്തരും ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോൾ KPCC പ്രസിഡന്റാണ്. സ്വാനും വെറും 6ാം കിട നേതാവായിട്ട് കാണരുത്. താൻ 1ാം കിട നേതാവാണെന്ന് കാണിച്ച് തെളിയിച്ചു കൊടുത്തില്ലേ? ആന്റോ ആന്റണി എന്ത് കാണിച്ചു? നിങ്ങൾ ആന്റോ ആന്റണി നിൽക്കുന്ന പാർലമെന്റ് നിയോജകത്തിന് ഒരാളെങ്കിലും ജയിച്ചോ? ഒറ്റ കോൺഗ്രസ്സുകാരനില്ല. ആന്റണി എത്ര വോട്ട് കിട്ടി? ഐസക് സാറിന് എത്ര വോട്ട് കിട്ടി? അതേസമയത്ത് ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് എത്ര വോട്ട് കിട്ടി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അറിയാം ഈ ആന്റണിയുടെ പ്രാഗൽഭ്യം എത്ര ഉണ്ടെന്ന്.
തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്തിനാണ് സുധാകരനെ മാറ്റുന്നത്? സഭയ്ക്ക് വഴങ്ങി ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റാക്കും എന്നാണ് കേൾക്കുന്നത്. മിടുക്കനായ KPCC പ്രസിഡന്റ് എന്ന് തെളിയിച്ചയാളാണ് K. മുരളീധരൻ. കോമൺ സെൻസുള്ള ആരെങ്കിലും ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റുമോ? കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് വഴിയുണ്ടാക്കുമോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ടകശനിയാണ്. ബൊമ്മകളെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം, കഴിവുള്ളവനെ വേണ്ട. മുരളീധരൻ്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? ഇവർക്ക് വേണ്ടത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ കുഞ്ഞിരാമന്മാരെ വേണം ഇവിടെ പലത് നേതാക്കന്മാർ. കുഞ്ഞിരാമന്മാർ നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ ആന്റോ ആന്റണി, കിഞ്ചി റാണി എന്നൊക്കെ പറഞ്ഞ് ഓരോ എണ്ണത്തിൽ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഓരോരുത്തരുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള കുഞ്ഞിരാമന്മാരെയാണ് അവർ കൊണ്ടുവരുന്നത്. പ്രഗത്ഭരും മിടുക്കരും കേരളത്തിൽ നല്ല കഴിവ് തെളിച്ചിട്ടുള്ളതുമായ KPCC പ്രസിഡന്റുമാരെന്നുണ്ട്. അവരാരും പേര് പറയുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ സർവനാശം. ഈ ആനെ തളർത്തി കിട്ടേണ്ടത് ചങ്ങല കൊണ്ടാണ്. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലും തീരും. കേന്ദ്ര നേതാക്കന്മാർക്ക് പോലും ഒരു തീരുമാനം എടുക്കാതെ അവർ തന്നെ ഗ്രൂപ്പ് കളിക്കുന്നില്ലേ? ഇപ്പം നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് കഴിയുന്നവരല്ലേ? നമുക്ക് കാണാനും കണ്ടാലും ഒക്കെ മനസ്സിലാവുകയെ. കേന്ദ്ര നേതാക്കന്മാർ വരെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച് എന്നെ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞു വിട്ടെന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടോ. ആരെ? സുധാകരനാണ്. ഒരു മാറ്റമില്ല. ഇപ്പൊ മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാം അപ്പുറം നേരെ നിർമ്മിച്ചിട്ടിരിക്കുകയെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എന്തുമാട്ടെ മാറ്റം ഇവിടെ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിനെ ആണി അടിച്ച് കുഴിച്ചിട്ട് ആണി അടിച്ച് നശിപ്പിക്കാൻ പോകുന്ന ശക്തികളാണ്. അവരെല്ലാം അധികാര ദുർമോഹമായിരിക്കും അവർക്ക്. ഈ അധികാര ദുർമോഹത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന നേട്ടമുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ പിണറായി വിജയൻ തുടർന്നും ഇന്നത്തേക്കാൾ അതിശക്തനായി ഇരട്ടനല്ല അതിൽ കൂടുതൽ ചങ്കോടുകൂടി കേരളം ഭരിക്കാനുള്ള ഒരവസരം ഒന്നുകൂടെ വെട്ടിത്തെളിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. ഭീകര കേന്ദ്രങ്ങളെ സൈന്യം നിലംപരിശാക്കി. സൈന്യത്തെ അഭിനന്ദിക്കണം. നമ്മൾ ഇനിയും സൂക്ഷിക്കണം. തിരിച്ചടി ഇനിയും കൊടുക്കേണ്ടി വന്നാൽ ഇന്ത്യക്കാർ എല്ലാ പിന്തുണയും ആത്മബലവും സൈന്യത്തിന് നൽകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇനിയും പലതിനും വന്നേക്കാം. പക്ഷെ നമ്മളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നമ്മുടേതാണെന്നും പാകിസ്ഥാൻ ഇത്രയും കൊല്ലമായിട്ട് നിരന്തരം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും മാത്രമല്ല ടൂറിസ്റ്റുകളായിട്ടുള്ള 10-26 നിരപരാധികൾ നെറ്റിലെ പത്നം തൂറ്റിക്കളഞ്ഞിട്ട് സിന്ദൂരം തൂത്തിക്കളഞ്ഞു പേര് ചോദിച്ചിട്ട് വെടിവെച്ചുകൊള്ളുന്ന നിഷ്ഠുരമായ വർഗീയപരമായ അക്രൂരത ലോകത്ത് ഇതുവരെ നടക്കാത്ത ഒരു സംഭവം. ഇതിന് തിരിച്ചടി ഇനിയും ശക്തമായി കൊടുക്കേണ്ടി വന്നാൽ ശക്തമായി കൊടുക്കുവാനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നാകെ പിൻബലം കൊടുക്കണമെന്നതോടൊപ്പം സൈന്യത്തിന് ആത്മവീര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഇനിയും അവർ പോരെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് ഇന്ന് സൈന്യത്തിന് അധികാരം ഇന്ന് ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. സൈന്യം എടുക്കുന്ന എല്ലാ നിലപാടുകളും അവരാലോചിച്ച് വളരെ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടാണ് അവർ ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും വിജയിക്കാനും അതിനുള്ള ആത്മബലവും ധൈര്യവും തൻ്റെ ഇടവും പിൻബലവും നമുക്കെല്ലാവർക്കും കൊടുക്കണമെന്ന ഒരപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ടൈം ന്യൂസ് ചേർത്തല. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലേക്ക് ജനപ്രവാഹം. ആലപ്പുഴ ബീച്ചും പരിസരവും ഉത്സവലഹരി. ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലേക്ക് ജനപ്രവാഹം. വൈവിധ്യമാർന്ന ദൃശ്യവിരുന്നാണ് മേളയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുള്ളത്. മെയ് 12-നാണ് സമാപനം. 200ഓളം സേവന വാണിജ്യ സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ, ഭക്ഷ്യമേള, തീം സ്റ്റാൾ, കുട്ടികൾക്കായി കളിസ്ഥലം, സെമിനാറുകൾ, ഡോഗ് ഷോ, കാർഷിക പ്രദർശന വിപണന മേള, PRDയുടെ എൻ്റെ കേരളം ചിത്രീകരണം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 7 മുതൽ വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ജനങ്ങളാണ് മേളയിലേക്ക് എത്തുന്നത്. ആലപ്പുഴ ബീച്ചും പരിസരവും അക്ഷരാർത്ഥത്തിൽ ഉത്സവ ഛായയിലാണ്. പ്രവേശനം സൗജന്യം.
ടൈം ന്യൂസ് ആലപ്പുഴ. പെൺകുട്ടികൾ വിവാഹിതരായാലും അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം മാതാപിതാക്കൾ സ്വീകരിക്കണമെന്ന് അരൂർ MLA ദലീമ ജോജോ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനുള്ള പരിശീലനം പെൺകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നൽകണമെന്നും ദലീമ ജോജോ MLA ആലപ്പുഴയിൽ പറഞ്ഞു. സ്ത്രീകൾ തന്നെയല്ല പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ MLA ആയിട്ട് ഇപ്പോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുമ്പോൾ നമ്മളെന്നും കാണുന്ന കാഴ്ചകൾ ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ പല ആത്മഹത്യകളും നമ്മൾ കാണേണ്ടതായിട്ട് വരികയാണ്. ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്ത ഭാരമായിരിക്കാം അവരെ ഇതിലേക്ക് നയിക്കുന്നത്. കാരണം മരണം നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല, നമ്മളാരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെന്നും ഈ ഭൂമിയിൽ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ശിഥിലതയാവാം നമ്മളെ ഇതുപോലെയുള്ള പ്രവണതയിലേക്ക്, ആത്മഹത്യ പോലെയുള്ള പ്രവണതയിലേക്ക്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ കടത്തുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ വിഷമതകളിൽ സംഭവിച്ചു പോകുന്നതാണ്. അതിന് കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലത തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് വളരെയധികം തെറ്റായ പ്രവണതകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നല്ല ജീവിതം നയിക്കുന്ന, അതായത് സ്വർഗമാക്കി തീർക്കുന്ന കുടുംബജീവിതമുണ്ട്. വിവാഹിതരായ പെൺമക്കളെ മറ്റൊരു കുടുംബാംഗമായി കണക്കാക്കി മാതാപിതാക്കൾ അകറ്റി നിർത്തുന്നത് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനും ആത്മഹത്യകൾക്കും കാരണമാകും. പെൺമക്കളെ ഭാരമായി കാണാതെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. സാഹചര്യങ്ങളോട് പൊരുതാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ പ്രാപ്തി നൽകിയാൽ സ്ത്രീകളിലെ ആത്മഹത്യാ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. ഡോക്ടർ പൂർണിമ വിഷയം അവതരിപ്പിച്ചു. പാനൽ ചർച്ചയിൽ നഗരസഭാംഗം സൗമ്യ രാജ്, അഡ്വക്കേറ്റ് ശ്രീജേഷ്, കേരള കൗമുദി ആലപ്പുഴ ബ്യൂറോ ചീഫ് സിതാര അഭിലാഷ്, S ഉഷ, PT ലിജിമോൾ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളിലെ ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്തര സെഷനും സെമിനാറിൽ ഒരുക്കിയിരുന്നു. മേളയോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് ഹോം മായിത്രയിലെ കുട്ടികളുടെ നൃത്ത പരിപാടിയും പട്ടണക്കാട് അംഗൻവാടി അധ്യാപിക ഏലിയാമ്മ ജോണിൻ്റെ ലഹരിക്കെതിരെ സന്ദേശം പകരുന്ന മാജിക് ഷോയും നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. യുവജനങ്ങളെ ആവേശത്തിലാക്കി മെർസി ബാൻഡ്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള വേറിട്ട മ്യൂസിക് ഷോ ശ്രദ്ധേയമായി. कुछ इरादे मिली है जो अब ये मुलाकातें, कोई जादू होने को है। मेरी रात में किए हैं कुछ इरादे, मिली है जो अब ये मुलाकातें, कोई जादू होने को है। യുവത്വങ്ങളെ ആവേശത്തിലാക്കി ആലപ്പുഴയിൽ മെർസി ബാൻഡ്. സംഗീത റിയാലിറ്റി ഷോയായ സി കേരളം സരിഗമപായിലൂടെ പ്രശസ്തനായ ഗായകൻ അക്ബർ ഖാൻ നയിക്കുന്ന മെർസി ബാൻഡിൻ്റെ മ്യൂസിക് ഷോ സംഗീത ആസ്വാദകർക്ക് ആവേശമായി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 2ാം ദിനമായ ബുധനാഴ്ച വൈകിട്ടാണ് മ്യൂസിക് ഷോ അരങ്ങേറിയത്. ഖാരിബ് മുഹമ്മദ് സഹഗായകൻ, ഡെറിക് സാമുവൽ കീബോർഡ്, എബി മൈക്കിൾ ബാസ്, കിച്ചു ഡ്രംസ്, എബിൻ സാഗർ ഗിത്താർ എന്നിവരാണ് വേദിയിൽ മാസ്മരിക സംഗീതാനുഭവം സമ്മാനിച്ചത്. ഹിന്ദി, തമിഴ്, മലയാളം ഫാസ്റ്റ് നമ്പറുകളും മലയാളത്തിലെ എവർഗ്രീൻ മെലഡികളും മ്യൂസിക് ഷോയിൽ നിറഞ്ഞു. ബോളിവുഡ് സംഗീതത്തിൽ നിന്ന് മോളിവുഡിലേക്കുള്ള റോളർ കോസ്റ്ററായിരുന്നു ഈ സംഗീത വിരുന്ന്. ബ്രഹ്മാസ്ത്ര എന്ന ഹിറ്റ് ചിത്രത്തിലെ കേസരിയ തേര, നില നില മിഴിയെ, കിലുകിൽ പമ്പരം തുടങ്ങി ഹിറ്റ് ഗാനങ്ങൾ പാടി പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കി. ടൈം ന്യൂസ് ആലപ്പുഴ. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ നടന്നു വന്ന കുഞ്ചൻ ദിനാഘോഷ പരിപാടികൾക്ക് പരിസമാപ്തിയായി. H. സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ അമ്പലപ്പുഴയ്ക്ക് ഒരു പ്രധാനപ്പെട്ട അഭിമാനകരമായൊരു സ്ഥാപനമായി തന്നെ നമ്പ്യാരുടെ ഈ സ്മാരകം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള ഭാഗം പൂർത്തിയാക്കാൻ നമുക്കുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ ഇത്രയും മനോഹരമായ ഒരു സ്മാരകം നിശ്ചയമായും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ തുള്ളൽ കലാകാരന്മാർ തന്നെ പറഞ്ഞത് കേരളത്തിൽ ഇതുപോലെ നമ്പ്യാരുടെ പേരിൽ ഇതുപോലൊരു സ്മാരകം വേറെ ഇല്ല എന്നുള്ളതാണ്. പ്രഭാരമാഷയുടെ പേരിൽ സംസാരിച്ചു. അത് നിശ്ചയമായി നമ്മുടെ ഭാഷാ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ആകെയുള്ള നമ്മുടെ മലയാള സാഹിത്യ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവി, ഏറ്റവും ജനകീയനായ ഒരു കവി എന്നുള്ള നിലയിൽ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ആ സമയത്ത് അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്ത തുള്ളൽ എന്ന കലയിലൂടെ അദ്ദേഹത്തിന് രചിക്കപ്പെടുന്ന സാഹിത്യം അത് അവതരിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സാഹിത്യം തന്നെയാണ്. അവതരണത്തിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സാഹിത്യമാണ്. അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ എൻ ഗോപിനാഥപിള്ള അധ്യക്ഷനായി. സ്മാരക സമിതി അംഗങ്ങളായ ജി വേണുലാൽ, വി എസ് മായാദേവി, മുഞ്ഞിനാട് രാമചന്ദ്രൻ, സുജാത കരുമാടി, മായ സുരേഷ്, സജു പാർത്ഥസാരഥി, എ രമണൻ, കെ പി പ്രീത, കുമാരി വിജയ എന്നിവർ സംസാരിച്ചു. സ്മാരക സമിതി സെക്രട്ടറി എസ് പ്രദീപ് സ്വാഗതം പറഞ്ഞു. സമാപന ദിവസം അധികാര വിമർശനം നമ്പ്യാർ കൃതികളിൽ എന്ന പേരിൽ നടത്തിയ തുള്ളൽ സെമിനാർ കലാമണ്ഡലം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി അംഗം രാജ ശ്രീകുമാർ വർമ്മ മോഡറേറ്ററായി. കലാമണ്ഡലം നിഖിൽ മലയാലപ്പുഴ, തകഴി സ്മാരക സമിതി സെക്രട്ടറി കെ ബി അജയകുമാർ, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി അംഗങ്ങളായ അമ്പലപ്പുഴ സുരേഷ് വർമ്മ, എൻ എസ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി എസ് പ്രദീപ് എന്നിവർ സംസാരിച്ചു. സ്മാരക സമിതി വൈസ് ചെയർമാൻ എ ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന നാടകവും നിഖിൽ മലയാലപ്പുഴയുടെ ഓട്ടംതുള്ളലും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിജീവന സമരത്തിന് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എളമരം കരീം. തൊഴിൽ രംഗത്ത് കൂടുതൽ ചൂഷണത്തിന് സാഹചര്യമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും എളമരം കരീം ചേർത്തലയിൽ പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദിന് ശേഷം ഇസ്ലാമിക ഭരണം പടിഞ്ഞാറ് സ്പെയിൻ വരെ മുസ്ലിം ചക്രവർത്തിമാരുടെ കീഴിലായി. കിഴക്ക് ഇന്തോനേഷ്യ വരെ ക്രൈസ്തവ ലോകത്തിന് ചെറുത്ത് നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ പിൽക്കാലത്ത് യൂറോപ്പിലാണ് ശാസ്ത്ര സാങ്കേതിക വിപ്ലവം ഉണ്ടാകുന്നത്. തികഞ്ഞ മതവിശ്വാസത്തിലും മറ്റും കഴിഞ്ഞുകൂടിയിരുന്ന മുസ്ലിം ലോകത്ത് ആ ശാസ്ത്രീയമായ നേട്ടങ്ങളും വളർച്ചയെക്കാളും ഉണ്ടായില്ല. ശാസ്ത്ര വളർച്ചയിൽ മുന്നോട്ട് വന്ന യൂറോപ്പിൻ്റെ മുമ്പിൽ ഈ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം തകർന്നു. അവസാനത്തെ രാഷ്ട്രമായിരുന്നു ഇസ്ലാമിക ഭരണമായിരുന്നു തുർക്കിയിൽ. കേന്ദ്ര സർക്കാർ നിരന്തരം തുടർന്നു വരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിജീവന സമരത്തിന് അണിനിരക്കണമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. കേരള NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അതിജീവന സമരങ്ങളും തൊഴിലാളി വർഗ ഐക്യവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം. തൊഴിലവകാശങ്ങൾ നിരാകരിച്ചു തൊഴിൽ രംഗത്ത് അമിത ചൂഷണത്തിന് സാഹചര്യം ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇതിനെതിരെ 20-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് തൊഴിലാളി വർഗത്തിൻ്റെ അതിജീവന സമര ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുമെന്നും എളമരം കരീം പറഞ്ഞു. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ നടന്ന സെമിനാറിൽ സംഘാടക സമിതി കമ്മിറ്റി ചെയർമാൻ NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, PP ചിത്തരഞ്ജൻ MLA, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MB ശശിധരൻ, ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, CITU സംസ്ഥാന സെക്രട്ടറി P ഗാനകുമാർ, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, P ഷാജിമോഹൻ, B വിനോദ്, B സന്തോഷ്, C സിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല.
ചരിത്രപ്രസിദ്ധമായ എടത്വ സെൻറ് ജോർജ് പള്ളിയിലെ ഗിവർഗീസ് സഹദയുടെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രം. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് എടത്വ പള്ളിയിലേക്ക് ഒഴുകിയത്. മെയ് 14 8-ാം ഇടത്തോടെ സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ എടത്വ പള്ളിയിലെ വിശുദ്ധ ഗിവർഗീസ് സഹദയുടെ തിരുനാൾ പ്രദക്ഷിണത്തിന് വൻ ഭക്തജന തിരക്ക്. വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് പതിനായിരക്കണക്കിന് വിശ്വാസികൾ. തിരുസ്വരൂപ ദർശനവും പ്രദക്ഷിണവും പൂർത്തിയാക്കി അവർ ഒരു തീർത്ഥാടന കാലത്തിന് കൂടി വിരാമം കുറിച്ച് മടങ്ങി. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് 4:15 പ്രധാന കവാടത്തിൽ നിന്ന് പ്രദക്ഷിണത്തിനെടുത്ത തിരുസ്വരൂപം പള്ളിക്ക് വലം വെച്ച് തിരികെ എത്താൻ 3 മണിക്കൂർ എടുത്തു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഇമിനിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം, തൂത്തുക്കുടി ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ ആന്റണി പിള്ളൈ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങൾക്കും ഫാദർ ആൻഡ്രൂസ് കുന്നത്ത് നടത്തിയ തമിഴ് ദിവ്യബലിക്കും ശേഷം തിരുസ്വരൂപം പുറത്തേക്ക് ഇറക്കിയപ്പോൾ ആചാരവെടി മുഴങ്ങി. തുടർന്ന് തിരുമുറ്റത്തെത്തിയപ്പോൾ പനിനീർ തളിച്ചും വെറ്റിലയെറിഞ്ഞും പൂക്കൾ വർഷിച്ചും വിശ്വാസികൾ വരവേറ്റു. വിശുദ്ധ ഗിവർഗീസിൻ്റെ തിരുസ്വരൂപവും അനുധാവനം ചെയ്ത് മറ്റ് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചത് അവകാശികളായ കന്യാകുമാരി ചിന്നമുട്ടത്ത് നിന്നുള്ള വിശ്വാസികൾ. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് വിശുദ്ധ ഗിവർഗീസ് സഹദയുടെ തിരുസ്വരൂപം പ്രദക്ഷിണത്തിന് പുറത്തേക്ക് എടുക്കുന്നത്. പ്രദക്ഷിണത്തിന് ശേഷം 6 മണിയോടെ തിരുസ്വരൂപം തിരികെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, തിരുനാൾ കോർഡിനേറ്റർ ഫാദർ ഏലിയാസ് കരിക്കണ്ടത്തിൽ, കൈക്കാരന്മാരായ PS ടോമിച്ചൻ പറപ്പള്ളി, KM ജെയിംസ് കളത്തൂർ, വിൻസെൻ്റ് തോമസ് പഴയാറ്റിൽ, ജനറൽ കൺവീനർ തോമസ് ജോർജ് ആലപ്പാട്ട് പറത്തറ, ജനറൽ കൺവീനർമാരായ റോബിൻ ടി കുളങ്ങര, ജെയിൻ മാത്യു കറുകയിൽ, സെക്രട്ടറി ആൻസി ജോസഫ് മുണ്ടകത്തിൽ, റോസ് ഭവൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സോജൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 14-ാം തീയതിയാണ് 8-ാം ഇടം. ലോകപ്രശസ്ത ഫാഷൻ ഇവൻ്റായ ന്യൂയോർക്കിലെ മെറ്റ് ഗാലയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാനോടൊപ്പം തിളങ്ങിയത് ചേർത്തലയുടെ നീല പരവതാനി. ചേർത്തല എക്സ്ട്രാ വീവ് കമ്പനിയിലെ നീല പരവതാനി ലോകമെങ്ങും ചർച്ചയായി, താരവുമായി. ചേർത്തലയ്ക്കും നാടിനും അഭിമാനം. ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ നടന്നുവരുന്ന ചിത്രത്തിൽ കാണുന്ന നീല പരവതാനി ചേർത്തലയുടെ സ്വന്തം. ചേർത്തല പുതിയകാവിലെ എക്സ്ട്രാ വീവ് നിർമ്മിച്ച പരവതാനിയാണിത്. ലോകശ്രദ്ധ നേടുന്നത് ഇതാദ്യമല്ല. മെറ്റ് ഗാലയിൽ തന്നെ ഇത് 3-ാം തവണ. US പ്രസിഡന്റിൻ്റെ വസതിയായ വൈറ്റ് ഹൗസിൽ ഉൾപ്പെടെ ഇവരുടെ പരവതാനികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എക്സ്ട്രാ വീവ് മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് വേലായുധൻ പറഞ്ഞു. മെറ്റ് ഗാല എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഇവൻ്റാണിത്. ഇത് ആദ്യം തുടങ്ങിയത് 1948 തൊട്ട് ഉള്ള ഒരു ഇവൻ്റാണിത്. ആദ്യം ഒരു ഡിന്നർ ഇവൻറ്റും അതും ഇതൊക്കെയാണ്. ബേസിക്കലി ഇവരുടെ മെട്രോപൊളിറ്റൻ മ്യൂസിയം അവർ ഡൊണേഷൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് വലിയൊരു ഗാല ഷോ ആയി. ശരിക്കും പറഞ്ഞാൽ ഓസ്കർ കഴിഞ്ഞ നമ്പർ 2 ഇവൻ്റ് ഇൻ ദ വേൾഡാണിത്. അപ്പോൾ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞങ്ങളാണ് ഈ കാർപ്പറ്റ്സ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്യുവർ വൈറ്റ് സൈസിൽ കൊണ്ടാണ് ഈ കാർപ്പറ്റ് വീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈബർ വരുന്ന മാൻഡഗാസ്കറിൽ നിന്നാണ് ഫൈബർ വരുന്നത്. അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പ്യുവർ വൈറ്റ് സൈസിലാണ്. അത് നമ്മൾ രണ്ടാമത് സോർട്ട് ചെയ്ത് പിടിച്ച് വളരെ ടൈറ്റായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വീവിലാണ് ഇത് വീവ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഏകദേശം ഒരു 60,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അമേരിക്കയിൽ ഇത് അയച്ച് അവിടെ ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് ഹാൻഡ് പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഓരോ കൊല്ലം ഓരോ ടൈപ്പ് ഓഫ് ഡിസൈൻസാണ്. അപ്പോൾ ഈ കൊല്ലം ഒരു വളരെ ഫ്ലോറലായിട്ടുള്ള ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള അപ്പോൾ അവർ ഓരോ കൊല്ലം ഓരോ സെപ്പറേറ്റ് ഡിസൈൻ ടീമാണ് ഇത് ആ തീം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ തീം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 10-60 റോള് ഈ കാർപ്പറ്റ്സ് അവിടെ ഒരു 3 മാസം മുമ്പേ അവിടെ എത്തിക്കും. ഈ ഷോയിൻ്റെ ഒരു 3 മാസം മുമ്പേ അവിടെ എത്തിക്കും. ഇത് അവർ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു 90 ദിവസം എടുക്കും.
സ്പെയിനിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സിക്സ് സെൻസസ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആഡംബര ഹോട്ടലുകളായ ജയ്പൂരിലെ രാംബാഗ് പാലസ്, ജയ്സാൽമറിലെ സൂര്യഗ്രഹ് പാലസ്, മുംബൈയിലെ സോഹോ ഹൗസ്, താജ് ഹോട്ടലുകൾ തുടങ്ങിയവയ്ക്കും എക്സ്ട്രാ വീവിൻ്റെ സബ് ബ്രാൻഡായ നെയ്ത്ത് ഹോംസ് പരവതാനികൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. സീസൈൽ ഫൈബറിൽ നിർമ്മിച്ച വെള്ള പരവതാനികളാണ് ഇവയ്ക്ക് നൽകിയിട്ടുള്ളത്. പരവതാനി വാങ്ങുന്നവർ കലാകാരന്മാരെ കൊണ്ട് പരവതാനിക്ക് നിറവും ഡിസൈനുകളും നൽകും. വെള്ളിനാരുകളിൽ ഇന്ത്യയുടെ തനത് വിതരി ഡിസൈൻ തുന്നിയെടുത്ത പരവതാനിക്ക് 2023 യൂറോപ്യൻ പ്രൊഡക്റ്റ് ഡിസൈൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വള്ളംകളി ആശയമാക്കിയുള്ള പരവതാനിക്ക് ലോകപ്രശസ്ത DN പാരീസ് ഡിസൈൻ അവാർഡ്, LA ഡെക്കോ ഇൻ്റർനാഷണൽ ഡിസൈൻ അവാർഡ് എന്നിവയും ലഭിച്ചു. ചവിട്ടുമ്പോൾ പ്രകാശം പൊഴിക്കുന്ന സ്മാർട്ട് പരവതാനികളും നിർമ്മിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ ഡിസൈൻ മാറുന്നതും മുറിയിലെ താപനില വ്യത്യാസം അനുസരിച്ച് ഡിസൈൻ മാറുന്നതുമായ പരവതാനികളും എക്സ്ട്രാ വീവ് നിർമ്മിച്ച് നൽകുന്നു. ചേർത്തലയ്ക്കടുത്ത് പുതിയകാവിൽ പ്രവർത്തിക്കുന്ന എക്സ്ട്രാ വീവ് കമ്പനിയിൽ 700-ലേറെ ജോലിക്കാരാണ് ഉള്ളത്. 1917 ചേർത്തല ശക്തീശ്വരത്ത് K. വേലായുധൻ ട്രാവൻകൂർ മാറ്റ്സ് ആൻഡ് മാറ്റിങ്സ് കമ്പനി ആരംഭിച്ചു. ചകിരി നിർമ്മിത ചവിട്ടികളായിരുന്നു ആദ്യകാല ഉൽപ്പന്നം. 2000 അദ്ദേഹത്തിൻ്റെ മകൻ സന്തോഷ് വേലായുധൻ എക്സ്ട്രാ വീവ് ആരംഭിച്ചു. 4 കൊല്ലം മുൻപ് സന്തോഷിൻ്റെ മകൻ ശിവൻ സന്തോഷ്, ഭാര്യ നിമിഷ ശ്രീനിവാസ് എന്നിവർ ചേർന്ന് വീടുകൾക്കുള്ള ആഡംബര പരവതാനികൾക്കായി നെയ്ത്ത് ഹോംസ് സബ് ബ്രാൻഡായി നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ മെറ്റ് ഗാലയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ നടന്നു വരുമ്പോൾ കാണുന്ന നീല പരവതാനി ആലപ്പുഴ ചേർത്തലയുടെ എക്സ്ട്രാ വീവ് കമ്പനിയുടെ സ്വന്തം ഉൽപ്പന്നമാണ്. ഇക്കാര്യം സംസ്ഥാന വ്യവസായ മന്ത്രി P. രാജീവ് സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. കാർഷിക മേഖലയോട് അവഗണനയെന്ന് ആരോപണം. കൃഷിമന്ത്രിയുടെ ചേർത്തല ഓഫീസിലേക്ക് കർഷകരുടെ മാർച്ച്. കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ കേര സംരക്ഷണത്തിനായി ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു. നെൽ കർഷകരോട് സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും കൃഷിമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കർഷക മാർച്ച് സംഘടിപ്പിച്ചത്. കുട്ടനാട്ടിലെ നെൽകർഷകരോട് കാട്ടുന്ന കടുത്ത അനീതിക്കും അവഗണനയ്ക്കുമെതിരായി കാർഷിക മേഖലയിൽ ഉയരുന്ന ഉജ്ജ്വലമായ പോരാട്ട സമരങ്ങളുടെ കാഹളം മുഴക്കിക്കൊണ്ട് കർഷക കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30 കൃഷിമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ കർഷക മാർച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കർഷക സമൂഹം, പ്രത്യേകിച്ച് കുട്ടനാടും പാലക്കാടും അടക്കമുള്ള മേഖലയിലെ നെൽകർഷകർ, മലയോര മേഖലയിലുള്ള കർഷകർ, റബ്ബർ കർഷകർ, കേരളത്തിന്റെ ഏത് മേഖലയിലെ കർഷക സമൂഹത്തെ എടുത്തു പരിശോധിച്ചാലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. യാതൊരുവിധ പിന്തുണയും ലഭിക്കാതെ, സർക്കാരിന്റെ പിന്തുണയും ലഭിക്കാതെ അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ പൂർണ്ണമായി ഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ വായിച്ചു, ലോകബാങ്ക് കേര പദ്ധതിക്ക് സഹായമായി അനുവദിച്ച 2000 കോടിയിൽ ആദ്യ ഗഡു 139.65 കോടി രൂപ ആ പദ്ധതിക്ക് വെച്ച തുക സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഡാറ്റാ ബാങ്ക് നികത്തിയതുമായി ബന്ധപ്പെട്ട് കാർഷിക സുസ്ഥിരതാ ഫണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും കാർഷിക മേഖലയിൽ അല്ലാതെ ആ പണം വിനിയോഗിക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിട്ട് പോലും 1608 കോടിയോളം രൂപ, 1 രൂപ മാത്രം ആ ഫണ്ടിൽ വകയിരുത്തിക്കൊണ്ട്, ആ ഫണ്ടിൽ മിച്ചം വെച്ചുകൊണ്ട് ബാക്കി തുക ഈ സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ അധ്യക്ഷത വഹിച്ചു. UDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചെയർമാൻ CK ഷാജിമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം KR രാജേന്ദ്രപ്രസാദ്, അലക്സ് മാത്യു, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KP പ്രശാന്ത്, CB സജി, ഷെഫീഖ്, അജയൻ, ജോജി ചെറിയാൻ, KC ആന്റണി, ജോസ് കൂമ്പയിൽ, മുഞ്ഞനാട് രാമചന്ദ്രൻ, ചിറപ്പുറത്ത് മുരളി, സാജൻ ചെമ്പിത്തറ, സുനിൽകുമാർ തുടങ്ങിയവർ കർഷക മാർച്ചിൽ പങ്കെടുത്തു. ചെങ്ങന്നൂരിൽ കഞ്ചാവ് വേട്ട. എക്സൈസ് സംഘം 1.25 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പാണ്ടനാട് സ്വദേശിയായ യുവാവ് പിടി.
ചെങ്ങന്നൂർ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. ചെങ്ങന്നൂർ പാണ്ടനാട് ഭാഗത്തു നിന്നും 1.25 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി 42 വയസ്സുള്ള അനുവാണ് പിടിയിലായത്. ബൈക്കിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പാണ്ടനാട് ഇല്ലിമല പാലത്തിന് സമീപത്ത് വെച്ച് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. മുൻപും മയക്കുമരുന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഇയാൾ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു. ചെങ്ങന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ ബി സജീവൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. മയക്കുമരുന്നിനെതിരായുള്ള നടപടികൾ തുടരുകയാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ലഹരിവിരുദ്ധ കുട്ടനാട് എന്ന ആശയത്തിൻ്റെ പ്രചരണാർത്ഥം ചമ്പക്കുളത്ത് സംഘടിപ്പിച്ച അന്തർ സംസ്ഥാന വോളിബോൾ ടൂർണമെൻറ്റ് സമാപിച്ചു. കാസർഗോഡ് ദേവഗിരി കോളേജ് ചാമ്പ്യന്മാരായി. ലഹരി വിമുക്ത കുട്ടനാടെന്ന ആശയപ്രചരണത്തിന്റെ ഭാഗമായി ചമ്പക്കുളം പോരൂക്കര CMI കോളേജിൽ നടന്ന അന്തർ സംസ്ഥാന വോളിബോൾ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി കോഴിക്കോട് ദേവഗിരി കോളേജ്. കുട്ടനാടൻ ജനതയെ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിനിരത്തുവാനുള്ള ദൗത്യവുമായി ചമ്പക്കുളം പോരൂക്കര CMI കോളേജും ചമ്പക്കുളം എക്സ് സർവീസ്മെൻ ക്ലബ്ബും ഒത്തുചേർന്ന സംസ്ഥാനതല വോളിബോൾ മത്സരം പോരൂക്കര CMI കോളേജിലെ ഫ്ലഡ് ലൈറ്റ് കോർട്ടിൽ സംഘടിപ്പിച്ചിരുന്നു. മെയ് 1 മുതൽ 7 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതലാണ് മത്സരം നടന്നത്. കേരളത്തിലെ 9 പ്രമുഖ കോളേജുകളിലെ വോളിബോൾ ടീമുകളാണ് പോരൂക്കര ട്രോഫിക്കായി കളിക്കളത്തിലിറങ്ങിയത്. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ്, കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരം, അങ്കമാലി ഡിസ്ട്രിക്ട് കോളേജ്, പാലാ സെന്റ് തോമസ് കോളേജ്, ദേവഗിരി കോളേജ് കോഴിക്കോട്, 10 NG റെജി ആർമി എന്നീ ടീമുകൾ പുരുഷ വിഭാഗത്തിലും പാലാ അൻഫോൾസ കോളേജും ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും വനിതാ വിഭാഗത്തിലും മത്സരിച്ചു. എല്ലാ ദിവസവും മത്സരത്തിന് മുമ്പായി എക്സൈസ് പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശം കാണികൾക്ക് നൽകുവാനുള്ള ക്രമീകരണങ്ങളും സംഘാടകർ ക്രമീകരിച്ചിരുന്നു. ചമ്പക്കുളം കല്ലൂർക്കാട് ഇടവകയുടെ മുൻ വികാരിയും CMI സന്യാസ സഭയുടെ സഹസ്ഥാപകനും ചമ്പക്കുളം സ്വദേശിയുമായിരുന്ന പോരൂക്കര തോമ മൽപ്പാന്റെ 225ാം ജന്മവാർഷികവും ഈ മത്സരത്തോടൊപ്പം ആഘോഷിച്ചു. കേരളം മുഴുവനും ലഹരിക്കെതിരെ പോരാടുമ്പോൾ കുട്ടനാട്ടുകാരും ലഹരിക്കെതിരെ നോ പറയുവാൻ തയ്യാറാവണം എന്നതായിരുന്നു മത്സരത്തിന്റെ ലക്ഷ്യമെന്ന പോരൂക്കര വോളിബോൾ ട്രോഫി മത്സരം സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ പോരൂക്കര CMI കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കി. സിന്ദൂർ യുദ്ധത്തേക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യമെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ ഒരുക്കിയിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേള വേറിട്ട അനുഭവമാകുന്നു. ആലപ്പുഴ ബീച്ചും പരിസരവും ഉത്സവച്ചായി. മെയ് 12 സമാപിക്കും. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ നടന്ന കുഞ്ചൻ ദിനാഘോഷത്തിന് സമാപന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗിവർഗീസ് സഹതയുടെ തിരുനാളാഘോഷം ഭക്തിസാന്ദ്രം. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 14 8ാം ഇടം. ലോകപ്രശസ്ത ഫാഷൻ ഇവൻ്റായ ന്യൂയോർക്കിലെ മെറ്റ് ഗാലയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാനോടൊപ്പം തിളങ്ങിയത് ചേർത്തലയുടെ നീലപ്പരവതാനി. ചേർത്തല എക്സ്ട്രാ വീവ് കമ്പനിയുടെ സ്റ്റൈലൻ നീലപ്പരവതാനി ചടങ്ങിലെ മറ്റൊരു താരമായി നാടിന് അഭിമാനവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.